സത്യത്തിൽ വീടിനുള്ളിൽ ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നതിന്റെ ടെൻഷൻ ചെറുതല്ല. മരണപ്പെട്ടവന്റെ പേടിച്ചുള്ള തടവ് ജീവിതം ദുസ്സഹം തന്നെ. ഇങ്ങനെ ഒളിച്ചും പേടിച്ചും കഴിയാതിരിക്കാൻ വേണ്ടിട്ടാ ഒക്കെ തുറന്നു പറഞ്ഞ് ഈ നാടകം അവസാനിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞത്. ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എങ്ങോട്ട് പോകുന്നോ, എവിടെ ചെന്നെത്തുമെന്ന് നിങ്ങൾക്ക് ഒരു നിശ്ചയമില്ലല്ലോ. നന്ദനെ കൊടുക്കാൻ നോക്കിയിട്ട് അവസാനം കുടുങ്ങുന്നത് നിങ്ങളായിരിക്കും. ആന്റി സംശയിക്കും പോലെ തന്നെയാ കാര്യങ്ങൾ വരാൻ പോകുന്നത്. എന്താടാ? ആന്റി, ഋഷിയുടെ വിഷയം ഒരല്പം കുഴപ്പത്തിലേക്ക് പോകാൻ പോവാ. എന്താ പ്രശ്നം? നന്ദൻ നടന്നതൊക്കെ വീട്ടിൽ തുറന്നു പറഞ്ഞു. എന്ത് തുറന്നു പറഞ്ഞു? എടാ, നീയായിട്ട് വഴക്കുണ്ടായതും നിന്നെ അവൻ കൊന്നതാണെന്നൊക്കെയുള്ള രഹസ്യം വിളിച്ചു പറഞ്ഞു. ദേവികയുടെ അച്ഛൻ അപകടം പറ്റി ആശുപത്രിയിലായില്ലേ? ആ കാര്യം പറഞ്ഞ് ദേവിക നന്ദനോട് വഴക്കിട്ടു. ആ ബഹളത്തിനിടയിൽ നന്ദനെല്ലാം വിളിച്ചു പറയുകയായിരുന്നു. അവനിപ്പോ ഫ്രീ ആയി. അവനിനി അവന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാം. എന്തും നേരിടെ ഒരുങ്ങി അവൻ നിൽക്കുന്നത്. പണി ഇപ്പൊ തിരിച്ചു വരാൻ പോവാണെന്ന് എന്റെ സംശയം. ഇപ്പൊ എന്തായിടാ? കണ്ടോ, നീ ഒരിക്കൽ കുഴിയില് നീ തന്നെ വീഴാൻ പോവാ. ദേവിക MLA യാ, നിയമം അനുസരിക്കുന്നവളാ. ദേവിക ഈ വിവരം എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിക്കും. പോലീസ് വിപുലമായി അന്വേഷണം തുടങ്ങും. സത്യം പുറത്തു വരും. അവസാനം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് നീയായിരിക്കും. ഋഷി, ആന്റി പറയും പോലെ കാര്യങ്ങൾ വന്നുകൂടാന്നില്ല. നീ പേടിക്കാതിരിക്കേ. നന്ദൻ കൊലപാതകയാണെന്നും പറഞ്ഞ് ദേവിക കേസ് കൊടുക്കുക കൊടുക്കാതിരിക്കുക എന്തും ചെയ്യട്ടെ, അതെനിക്കൊരു വിഷയമല്ല. പക്ഷെ ഭർത്താവ് കൊലപാതകയാണെന്ന് അറിയുമ്പോൾ ദേവിക നന്ദനിൽ നിന്നും കൂടുതൽ അകലും. അതാണ് പ്രധാനം. അത് വർക്ക് ചെയ്യും. അത് മതി. നിന്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റും ഋഷി. ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ നന്ദനോട് ദേവികയ്ക്ക് ചിലപ്പോ കൂടുതൽ സ്നേഹമാണ് തോന്നുന്നെങ്കിലോ? അവള് സ്നേഹിച്ചോട്ടെ, പക്ഷെ അവൻ ജയിലിലാവുമല്ലോ. അതൊക്കെ നിന്റെ തോന്നലാ. ഒരാളെ കൊന്നു എന്ന് ഏറ്റു പറഞ്ഞാൽ ഉടനെ ഒന്നും ജയിലിലാക്കില്ല. അന്വേഷണം വരും. നാടിളക്കിയുള്ള അന്വേഷണമായിരിക്കും. അവിടെ നിന്നെ രക്ഷിക്കാൻ ഇസബെല്ലയുടെ ആളുകളൊന്നും ഉണ്ടാവില്ല. ഇനി കാര്യങ്ങൾ എനിക്ക് വിട്ടേക്ക്. എന്ത് വേണമെന്ന് എനിക്കറിയാം. ആദ്യം ദേവികയും പ്രഭാവതിയും ഒന്ന് കാണട്ടെ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാം. സത്യങ്ങൾ തുറന്നു പറയാം. അവർക്ക് കാര്യം മനസ്സിലാവും. അവരാരെയും മനഃപൂർവ്വം ദ്രോഹിക്കണമെന്ന് മനസ്സുള്ളവരല്ല. ഒക്കെ നന്നായിട്ട് അവസാനിപ്പിക്കാം. അല്ലാണ്ടി അത് കെവിനും ഇസബെല്ലയ്ക്കൊന്നും പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. അമ്മ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. അമ്മ അവിടെ ഒത്തുതീർപ്പുണ്ടാക്കാൻ പോയാ ഞാൻ യഥാർത്ഥത്തിൽ മരിക്കും. ഞാൻ ആത്മഹത്യ ചെയ്യും.